ബിൻസിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ദുപ്പട്ടയുടെ കളക്ഷൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ്. രണ്ട് പാറ്റേൺ ദുപ്പട്ടയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയാണ്. നമ്മൾ ലാസ്റ്റ് ടൈം കുർത്തിയും അതുപോലെ ദുപ്പട്ടയും കൂടി കൊണ്ടുവന്നപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു, ദുപ്പട്ട മാത്രമായിട്ട് തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ദുപ്പട്ട മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിക്കുന്നത് അജ്രക്കിൻ്റെ ദുപ്പട്ട, അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ ദുപ്പട്ടയാട്ടോ. കോട്ടൺ റയോൺ മിക്സ് എന്ന് പറയാം കേട്ടോ, അങ്ങനത്തെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. അങ്ങനെ രണ്ട് പാറ്റേണിൽ വരുന്ന ദുപ്പട്ടയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദുപ്പട്ടയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, അത് നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയം കളയാതെ നമ്മൾ ദുപ്പട്ട ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഫസ്റ്റ് ദുപ്പട്ട വരുന്നത് ഞാനിപ്പോൾ വേറെ ഇതിന് സെയിം പാറ്റേണിലാണ് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും മൾട്ടി കളേഴ്സാണ്. യെല്ലോ ഉണ്ട്, അതുപോലെ ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട്. മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് മിറേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എബവ് 1000 മിറേഴ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അത്രയും മിറേഴ്സ് ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണ് മിറേഴ്സ് എല്ലാം തന്നെ. മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഒരുപാട് ഇങ്ങനെ ഒഴുകി പോരുന്ന രീതിയിൽ വരുന്ന ദുപ്പട്ടയല്ല. കുറച്ച് പേര് അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒഴുകി പോരുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കിടന്നോളും. ആ ഒരു രീതിയിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ 4 സൈഡ്സിലും ഇതുപോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ലേസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല മിറേഴ്സ്, ഫുള്ളായിട്ട് മിറേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സൈഡ് പോർഷനിൽ ഇതുപോലെ ലേസ് ആണ് വരുന്നത്. ഫുള്ളായിട്ട് മിറേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ്. നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. നമുക്ക് ബ്ലാക്ക് കളറിൻ്റെ അതല്ല വൈറ്റിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും ഇത് ഒരു പർപ്പിൾ കളറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. നല്ല ലെങ്ത്തിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. 2 സൈഡ്സിലേക്ക് ഇട്ടാലും നല്ല ലെങ്ത്ത് വരുന്ന ദുപ്പട്ടയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ടോപ്പ് വേണം, ചിലർക്ക് നമ്മുടെ അടുത്ത് ടോപ്പും കൂടി എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ടോപ്പും നമുക്ക് അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ. വിതൗട്ട് ലൈനിങ്ങിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഹൈനെക്കാണ്. സെൻറ്റർ പോർഷനിൽ പടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് വീക്സിലൊക്കെ കൊണ്ടുവന്ന പോലെ തന്നെ ഏലിയൻ കൺസെപ്റ്റ് വന്നിട്ട് താഴേക്ക് മാത്രമാണ് സ്ലിറ്റ് വന്നിട്ടുള്ളൂ. വിതൗട്ട് ലൈനിങ്ങിലാണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. സ്ലീവ് വരുമ്പോഴത്തേക്കും ഇതുപോലെ എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിന് എൻ പോർഷനിലായിട്ട് ഒരു പടിയും ഫ്ലാപ്പും ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട്. ഈ കുർത്തിയുടെ ഫ്രണ്ടിലും ബാക്കിലും പ്രിൻസസ് കട്ട് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും ഒരു 46 ആ ഒരു ലെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടോപ്പും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഈ ടോപ്പിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. ടോപ്പിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 450 ആണ് കേട്ടോ. ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് 460 ആണ്. ദുപ്പട്ട മാത്രമായിട്ട് എടുക്കുമ്പോൾ ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് 460 ആണ് കേട്ടോ. ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 450 ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സിമ്പിൾ ദുപ്പട്ട മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ദുപ്പട്ട വരുന്നത് അജ്രക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കോട്ടൺ റയോണും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ അല്ല, എന്നാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. എപ്പോഴും ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ അജ്രക്കൊക്കെ വീഡിയോയിൽ വരുമ്പോൾ നമ്മൾ നേരി കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. നേരി കാണുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല കേട്ടോ. അതെപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കണം കേട്ടോ. നമ്മൾ എത്ര ലൈറ്റിൻ്റെ ഇതൊക്കെ പറഞ്ഞാലും ഫോട്ടോയിൽ വരുമ്പോഴത്തേക്കും അജ്രക്കിൻ്റെ പ്രിന്റ് കുറച്ച് ഡാർക്ക് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് വരുമ്പോഴത്തേക്കും ബ്ലൂ ആണ്. ബ്ലൂവിൻ്റെ അത് ഫുള്ളായിട്ട് അജ്രക് പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് വരുന്നത്. മൾട്ടി കളേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഈ ഫുൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. നമുക്ക് 2 സൈഡ്സിലേക്ക് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാൻ പാത്രമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തോടുകൂടി തന്നെയാണ് കേട്ടോ. ഇതുപോലെയാണ് നല്ല വിട്ടും ഉള്ള ദുപ്പട്ടയാണ്. ലെങ്ത് മാത്രമല്ല വിട്ടും കൂടി ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് തലയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. 2 സൈഡ്സിലേക്ക് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാൻ പാത്രമാണ്. അപ്പോൾ ഈ ദുപ്പട്ടയുടെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 480 ആണ് കേട്ടോ. 480 ആണ്. അടുത്ത ദുപ്പട്ട വന്നിട്ട് ഇതും അജ്രക്കിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ്. ഗ്രീനിൻ്റെയും യെല്ലോൻ്റെയും അതുപോലെ ബ്രിക്ക് റെഡിൻ്റെയും കൂടി കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇതും കാണാനായിട്ട്. ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന പ്രിൻറ്റ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്.
പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് ഈ കളേഴ്സ് കുറച്ചധികം ബ്രൈറ്റ്നസ് ആയിരിക്കും. നമ്മൾ നേരിൽ കാണുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല, ആ ഒരു ഡിഫറൻസ് മാത്രമാണ് വരുന്നുള്ളൂ. ഇതിൻ്റെ എന്താ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. നമുക്ക് 2 സൈഡ്സിലേക്ക് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാം. പിന്നെ ഒരുപാട് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്, എന്നാൽ നമുക്ക് ഒരു മീഡിയം ലെങ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 480 ആണ്. അടുത്ത ദുപ്പട്ട വന്നിട്ട് ഇതും സെയിം തന്നെയാണ് അജ്രക്ക. നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ സെയിം തന്നെ, കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ജെറ്റ് ബ്ലാക്ക് ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ഗ്രേ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ ഫുള്ളായിട്ട് ഇതുപോലെ അജ്രക്കിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. 2 സൈഡ്സിലും സെയിം തന്നെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. ബ്ലാക്കിന്റെ അകത്തൊരു ബ്ലൂവിന്റെയും അതുപോലെ തന്നെ ഒരു മറൂണിന്റെ ഒക്കെ കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് ഇത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 480 ആണ്. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കളർ വരുമ്പോഴത്തേക്ക് ഇതൊരു റെഡിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് കേട്ടോ. റെഡിൻ്റെ തന്നെ കുറച്ചൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ഒരുപാട് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ. ഇത് കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അതും അജ്രക്കിൻ്റെ തന്നെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതുപോലെയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്നാൽ ഇതൊരുപാട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറല്ല കേട്ടോ. നമ്മളിപ്പോൾ കാണിച്ചതിൽ വെച്ച് പറയുമ്പോഴത്തേക്കും ഈ കളർ കുറച്ച് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡൾ ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള കളറാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ അജ്രക്കിൽ എപ്പോഴും നമുക്ക് ഡൾ ഷെയ്ഡ്സ് ആണ് കിട്ടുള്ളൂ. എപ്പോഴും ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് വളരെ കുറവായിരിക്കും, ഉണ്ട് പക്ഷെ എന്നാലും കുറവായിരിക്കും കേട്ടോ. അപ്പം ഇത് അങ്ങനെ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന കളർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ലെങ്ത് വിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽ തന്നെയാണ്, ദുപ്പട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ്. റേറ്റ് വന്നിരിക്കുന്നത് 480 ആണ്. അടുത്ത ദുപ്പട്ട വന്നിട്ട് ഇതും അജ്രക്കിന്റെ തന്നെ പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ റയോൺ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാനായിട്ട്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ. ഈ ബ്ലൂ കുറച്ചൊരു ബ്രൈറ്റ്നസ് ഉള്ള ബ്ലൂ തന്നെയാണ്. പക്ഷെ എന്നാൽ വീഡിയോയിൽ വരുമ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് ഓവറായിട്ട് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ്. അതും ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഹെമേരയിലൊക്കെ വന്നിരിക്കുന്ന ഡിസൈൻ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അജ്രക്കിന്റെ പ്രിന്റ് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെമേരയിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിൻ്റൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതും വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് 2 സൈഡ്സിലേക്ക് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള ദുപ്പട്ടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദുപ്പട്ടയുടെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 480 ആണ്. അടുത്ത ദുപ്പട്ട വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ച സിക്സാഗ് പാറ്റേണിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഒരു ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ്. ബ്ലാക്ക് അല്ല, ജെറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ. ബ്ലാക്കും ഗ്രേയും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡൾ ഷെയ്ഡ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് ബ്രൈറ്റ്നസ് ഉള്ള കളറല്ല, നമ്മുടെ അജ്രക്കിൽ വന്നിരിക്കുന്ന ആ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് വരുമ്പോൾ സിക്സാഗിന്റെ ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ, ഇതുപോലെയാണ് വരുന്നത്. ഈ ദുപ്പട്ടയെല്ലാം നമുക്കിപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാം, ഞാൻ വേറെ ഇത് കാണിക്കുമ്പോൾ തന്നെ അറിയാം, ബ്ലാക്കിൻ്റെ കൂടെ ഏത് കളറാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചേർന്ന് പോകും. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി കളറായിട്ട് തന്നെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ മെറൂണിൻ്റെ കൂടെ പെയർ ചെയ്താലും നല്ലതായിരിക്കും. വൈറ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. കാരണം അജ്രക്കിൻ്റെ ദുപ്പട്ട ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഏതൊരു കുർത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് പെയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. റേറ്റ് വരുന്നത് 480 ആണ്. അടുത്ത ദുപ്പട്ട വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന റെഡ് അല്ല, എന്നാൽ നല്ല ഭംഗിയുള്ള റെഡ് ആണ് കേട്ടോ. അതിൻ്റെ അത് ഫുള്ളായിട്ട് പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ പ്രിന്റ് കാണാനായിട്ട്. അജ്രക്കിന്റെ പ്രിന്റ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. മെരയിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള പ്രിന്റാണ് പോയിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസപ്പ് വ്യൂ ഇതുപോലെ വരും കേട്ടോ. ഇത് മെറ്റീരിയൽ വരുമ്പോൾ ഇങ്ങനെ കോട്ടൺ, പ്യുവർ കോട്ടൺ ആയിട്ടല്ല, ഇതിൻ്റെ അകത്തൊരു റയോൺ മിക്സ് വരുന്ന രീതിയിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഭയങ്കരമായിട്ട് കോട്ടൺ എന്ന് പറയുന്ന രീതിയിലല്ല, ഒരു റയോൺ മിക്സും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്നതാണ്. അതുപോലെ 2 സൈഡ്സിലേക്ക് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. അതല്ല 1 സൈഡ് ആണെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഇതിൽ വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ ദുപ്പട്ടയുടെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. റേറ്റ് വന്നിരിക്കുന്നത് 480 ആണ്, 480 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 പാറ്റേണിൽ വരുന്ന ദുപ്പട്ടയുടെ കളക്ഷനാണ്. ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയാണ്. അത് നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണിച്ചത് ഇതുപോലെ അജ്രക് പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ റയോൺ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ഈ 2 ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ തന്നിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലുള്ള ടോപ്പ്, ഞാനിപ്പോൾ വേറെ ഇത് കാണിച്ചിരിക്കുന്ന ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി മെസ്സേജ് ചെയ്താൽ മതി. ഇത് വിതൗട്ട് ലൈനിങ്ങിൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ളൊരു ടോപ്പാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ വൺ സൈഡിൽ ഇതുപോലെ പോക്കറ്റൊക്കെ വന്നിട്ടാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കുർത്തീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കുർത്തി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, അതല്ല നിങ്ങൾക്ക് ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.